നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ആളെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സ്ത്രീ ആയാലും പുരുഷനായാലും, അവരെ നമ്മളെങ്ങനെ സംബോധന ചെയ്യും? നമ്മൾ നമുക്ക് തോന്നുകയാണ് നമ്മളെക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുമ്പോൾ ചേച്ചി എന്ന് സാധാരണ വിളിച്ച് സംസാരിക്കും മലയാളത്തിലാകുമ്പോൾ. ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ ആകുമ്പം ദീദി എന്നോ ഭാബി എന്നൊക്കെ വിളിക്കും. ഭാബി എന്ന് പറഞ്ഞാൽ എടത്തിയമ്മ എന്നാണ്, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന്. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കും. നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ടവരോ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായം കൂടിയവരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വിളിച്ച് സംസാരിക്കും. അത് ഹിന്ദിയിലത്തെ കാര്യം. ഓക്കെ, നമ്മൾ മലയാളത്തെക്കുറിച്ച് സംസാരിക്കാം. മലയാളത്തിലാകുമ്പോൾ നമ്മൾ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കും. പക്ഷേ ചില ആളുകളെ അങ്ങനെ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം അവർക്ക് പ്രായം കൂടിപ്പോയോ എന്നൊരു തോന്നുന്ന അവർക്ക് വരും. ഈ സംസാരിക്കുന്ന നമ്മളും അവരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അത്രയും പ്രായമുള്ളതാണോ, എന്നെ ചേച്ചി എന്ന് വിളിക്കാൻ മാത്രം ആയോ എന്നുള്ളൊരു തോന്നൽ ചിലർക്കുണ്ടാവും. അതുപോലെ ചില സിനിമകളിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് ആണുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അല്ലെ അമ്മാവ, അമ്മാവ ഇവിടുന്ന് അങ്ങോട്ടോ പോകേണ്ടത്, ബസ് കൊണ്ടോ അമ്മാവ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ച് ആരാടാ നിൻ്റെ അമ്മാവൻ, പിന്നെ എന്തൊക്കെ പറഞ്ഞ് ചൂടാവുന്നതായിട്ടൊക്കെ സിനിമയിൽ തമാശയായിട്ട് കാണിക്കുകയാണെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ചേട്ടാന്ന് വിളിച്ച് വർത്താനം പറയുകയാണെങ്കിലും ചിലപ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം കൂടുതൽ ഈ പറയുന്ന ആളെ, ചോദിക്കുന്ന ആളെക്കാൾ പ്രായം കൂടുതലുണ്ട് അവർക്ക് എന്നൊരു തോന്നൽ ഈ ചേച്ചിന്നും ചേട്ടാന്നൊക്കെയുള്ള വിളികളിൽ നിന്ന് അവർക്ക് തോന്നാം. പിന്നെ കുറച്ചും കൂടി നല്ല പ്രായമുള്ള ആൾക്കാർ നമുക്ക് അറിയാം. ഇപ്പം നമ്മളെക്കാളും കുറച്ച് നല്ലോണം പ്രായം കൂടുതലുള്ളവരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിളിച്ചവരെ ആൻറ്റി എന്ന് വിളിച്ച് സംസാരിക്കും ചിലപ്പം. അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ അത് ചില സ്ത്രീകൾക്കും മറ്റൊന്നും ഇഷ്ടപ്പെടില്ല. ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എന്നെന്തിനാ അവർ അമ്മയെന്നോ അച്ഛാന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴും അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അച്ഛാന്നും അമ്മയെന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെ അച്ഛാന്നും അമ്മയെന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. അമ്മായിന്നോ ഒക്കെ വിളിക്കുന്നതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ആൻറ്റി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് പേരറിയില്ലല്ലോ അവരെ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് പേരറിയില്ല. അപ്പോൾ നമ്മൾ അവരെ എന്ത് വിളിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിട്ട് വരും. എല്ലാ ആളുകൾക്കും നമുക്ക് പ്രായം കുറവാണ് എന്ന് പറയുന്നതാണ് ഇഷ്ടം. അങ്ങനെ ആവണം എന്നാണ് നമ്മളുടെയൊക്കെ വിചാരം. വെച്ചാൽ എനിക്ക് പ്രായക്കുറവ് തോന്നിക്കുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ ഒട്ടും പ്രായം തോന്നില്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇല്ലയെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാവർക്കും സന്തോഷമാണ്. ചില ആൾക്കാരൊക്കെ പറയും, റിട്ടയറായ ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 4-5 വർഷമായി റിട്ടയറായിട്ടെന്ന് വിചാരിച്ചോ, അവരെ വഴിക്കുന്ന എപ്പോഴെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നിങ്ങൾ റിട്ടയറായോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ റിട്ടയറായിട്ട് 4-5 വർഷമായല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ കണ്ടാൽ തോന്നില്ല കേട്ടോ എന്ന് പറയുമ്പം ആ കേൾക്കുന്ന ഈ റിട്ടയറായ ആളുടെ മുഖത്തുണ്ടാകുന്ന ചിരി, സന്തോഷം, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വെച്ചാൽ അവർ അത്ര ഹാപ്പിയാണ്. കാരണം ഈ 5-6 വർഷമായി റിട്ടയറായിട്ടും ഞാൻ 60 വയസ്സ് വരെ അല്ലെ 55 എത്ര റിട്ടയർമെൻറ്റ് പ്രായം എന്ന് വെച്ചാൽ അത്ര പോലും പ്രായം എനിക്ക് തോന്നിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ചില ആൾക്കാർ എപ്പോഴും പ്രായം തോന്നി, എത്ര വയസ്സുണ്ട്, എനിക്ക് 50 വയസ്സുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ചേച്ചി കണ്ട 50 വയസ്സൊന്നും തോന്നിക്കില്ല, ഒരു 40 അത്രയൊക്കെ തോന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും അല്ലാന്നൊക്കെ പറയുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും എന്നെ കാണാൻ പ്രായമില്ലെന്ന്. അതുപോലെ നമുക്ക് വലിയ മക്കളുണ്ട്, 10, 20, 25, 30 വയസ്സുള്ള മക്കളുണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ ചേച്ചിയായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ മക്കളുണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിയാണത് കേൾക്കാൻ. നമ്മൾ അവരുടെ മുമ്പ് നിന്ന് പ്രകടിപ്പിക്കില്ലെങ്കിലും നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ്. കാരണം എനിക്ക് അത്ര പ്രായം തോന്നില്ല, ഞാൻ ചെറുപ്പമാണ് എന്നുള്ള തോന്നൽ എല്ലാവർക്കുള്ള തന്നെയാണ്. അങ്ങനെ ഇല്ലയെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പ്രായം കുറവ് വരുന്നത്. അപ്പം നമ്മൾ ആളുകളെ എങ്ങനെ സംബോധന ചെയ്യും എന്നുള്ളതാണല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് വന്നൊരു വ്യത്യാസമായിട്ട് ഇവിടെയൊക്കെ കാണുന്ന, നാട്ടിലെനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, ഇവിടെയൊക്കെ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാഡം എന്നും സർ എന്നും വിളിക്കുന്നൊരു ശീലമാണ് കാണിക്കുന്നത്. ചെറിയ കുട്ടികളെയല്ല, ഏകദേശം നമുക്ക് നമ്മളുടെ സെയിം പ്രായത്തിലുള്ളവരൊക്കെയാണെങ്കിൽ ഏത് സ്ത്രീയെയും നമുക്ക് മാഡം എന്ന് വിളിക്കാം. അപ്പോൾ അതൊരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വിളിയും കൂടിയാണ്. അപ്പോൾ അവർക്കത് ഹാപ്പി ആവുകയുള്ളൂ. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീ പോകുകയാണെങ്കിലും പുറകുന്ന മാഡം എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഇങ്ങനെയല്ലേ മാഡം, അല്ലെങ്കിൽ ഈ കാര്യം ഒന്ന് നോക്കി പറയോ, അല്ലെങ്കിൽ ബസ് ഉണ്ടോ മാഡം, ഇതിൽ കൂടെ അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അത് പ്രായത്തിനെ ബാധിക്കുന്ന കാര്യമില്ല. ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും നല്ല എന്താ പറയുക വയസ്സായവരെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് മാഡം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഏതൊരു പുരുഷനെയും നമുക്ക് സാർ എന്ന് വിളിക്കാം. അപ്പം ഒരു ചെറുപ്പക്കാരനെ ചെക്കനെ കണ്ടു, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കണം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ചില ആൾക്കാർ മോനെന്ന് വിളിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ വിളിക്കുമ്പോൾ അനിയാന്നൊക്കെ വിളിക്കും ചിലർ. ഞങ്ങളൊക്കെ എളുപ്പമുള്ളതെന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ സാർ ഇപ്പോഴും ബസ്സുണ്ടോ, അല്ലെങ്കിൽ ഈ വഴി പോയാൽ അവിടെ എത്തുമോ, മറ്റേ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എവിടെയാണ് സാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു റെസ്പെക്റ്റുള്ള വിളിയുമാണ്. ഈ കേൾക്കുന്ന ആൾക്ക്
വളരെ ഇഷ്ടപ്പെടുന്നൊരു വിളിയായിരിക്കും. അവരുടെ പ്രായത്തെ അതിൽ സ്പർശിക്കുന്നേ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിളിയാണ് ഈ മാഡം, സർ എന്നുള്ള വിളി. അതിപ്പം ഇവിടെ പൂനെയിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് സാധനങ്ങൾ കൊണ്ടുതരുന്ന, ഓർഡർ ചെയ്തിട്ട് ഭക്ഷണമാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും ഇപ്പോൾ ഓർഡർ ചെയ്ത്, ഇപ്പം എല്ലാം അതിൽ കൂടെയാണല്ലോ ഓർഡർ ചെയ്താണ് സാധനങ്ങളൊക്കെ വരുന്നത്. പച്ചക്കറികളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്ന ഡെലിവറി ബോയ്സ് ആണെങ്കിലും പിന്നെ വേറെ എന്ത് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിലും നമ്മളോട് സാറെന്നും മാഡം എന്നാണ് അവരെല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും നല്ല ഇത് തന്നെയാണ്. കാരണം നമ്മളൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന വിളിയുമാണ്. നമ്മൾ അല്ലെങ്കിൽ വന്നുകൊണ്ട് ചേച്ചീന്ന് വിളിച്ചു, അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ അവന് എന്നെ എന്തിനാ ആൻറ്റീന്ന് വിളിക്കേണ്ട ആവശ്യം, എനിക്ക് അത്രയ്ക്ക് പ്രായമുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വിളിയാണ് ഈയിടെയായിട്ട് വന്ന സർ എന്നും മാഡം എന്നുള്ള ആ വിളി. അതുപോലെ ചില ആൾക്കാർക്ക് വിളിക്കാനൊന്നും കിട്ടാത്ത സമയത്ത്, ഇപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മുമ്പിൽ പോവുകയാണ്, അപ്പം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നിലത്ത് വീണു, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കാര്യത്തിന് അവരെ വിളിക്കണം എന്ന് വിചാരിച്ചോ, അപ്പോൾ എന്താ അവരുടെ പേരെനിക്കറിയില്ല, അവരെനിക്ക് പരിചയമേ ഇല്ലാത്ത ആൾക്കാരാണ് മുമ്പിൽ പോകുന്നത്, എനിക്ക് അവരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കും. അതൊരു സാധാരണ വിളിയാണ്, പണ്ട് മുതലേ എല്ലാവരും വിളിക്കുന്നൊരു വിളിയാണ്. എന്നുവെച്ചാൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, അവർ തിരിഞ്ഞു നോക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കുന്ന ഒരു ശബ്ദം. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഹലോ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം ഉണ്ട്. ഹലോ എന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ തിരിഞ്ഞു നോക്കും, അവരാണ് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ എന്നുള്ള ശബ്ദം ഉണ്ടാക്കി വിളിക്കുമ്പോൾ കുറേ ആളുകൾക്ക് അത് ഇഷ്ടമല്ല. അത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെച്ചാൽ നമ്മളെന്തിനാ തിരിഞ്ഞു നോക്കുന്നത്, ആരെങ്കിലും എവിടെന്നെങ്കിലും ശിശുവിന് ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ആണെങ്കിലും നമ്മളെ വിളിക്കുന്നു. അപ്പം നമ്മളെ വിളിക്കണമെങ്കിൽ അവർക്ക് നമ്മളെ പേരറിയണമല്ലോ, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും അറിയണ്ടേ, അല്ലെങ്കിൽ ആൻറ്റീന്നോ ചേച്ചിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കണ്ടേ. അതിന് എളുപ്പമുള്ള ഒരു വിളിയാണ് ഈ മാഡം എന്നുള്ള വിളി. എത്ര ഉള്ളവരെയും മാഡം എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവർക്കും വിളിക്കുന്നവർക്കും സുഖമുള്ളൊരു വിളിയാണ് മാഡം, സർ എന്നുള്ള വിളികൾ.